ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുവാസ് മനസ്സിലോട്ട് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സുനന്ദയുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിയാണ്. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ ആ ഒരു മൈൻഡൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ ഭാസ്കരൻ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഗ്യാസൊക്കെ തീർന്നിട്ട് നമ്മുടെ സുഭാഷ് അടുപ്പത്ത് വെച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഉച്ചയ്ക്കിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ സുധീഷും നിധിയും ഹരീഷും നിതീഷും കൂടെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സുഭാഷ് കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് സുനന്ദയെ നഷ്ടപ്പെട്ടപ്പോൾ സുഭാഷ് ചേട്ടന് ദുഃഖമൊന്നും ഇല്ല എന്നാണ് സുധീഷിൻ്റെ അഭിപ്രായം. പക്ഷേ അപ്പോൾ നിധി പറഞ്ഞു അങ്ങനെയല്ല, സുഭാഷ് ചേട്ടന് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതായത് പയ്യൻ കുറച്ചും കൂടെ നല്ലൊരു പയ്യൻ സുനന്ദയ്ക്കായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞത് സുഭാഷ് ചേട്ടന് അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് അവരെങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാസ്കരൻ പുറത്ത് നിന്ന് കേട്ടിട്ട് ഭാസ്കരൻ പുറത്തോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ സുഭാഷിന് ഒരു കല്യാണ ആലോചനയ്ക്കായിട്ട് പണ്ട് തൊട്ടേ ഒരു ബ്രോക്കറുണ്ട്. അയാളെ കണ്ണു മുന്നേ ചാടുകയാണ് കേട്ടോ. അപ്പോൾ അയാളെ കണ്ടപ്പോൾ തന്നെ ഭാസ്കരൻ പറഞ്ഞു, തന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, എടോ എൻ്റെ മോനൊരു കല്യാണാലോചന കൊണ്ടുവരാൻ പറഞ്ഞിട്ട് താൻ എന്തുവാടോ ഈ കാണിക്കുന്നത്? എൻ്റെ ഭാസ്കരേട്ട എന്തോരം ആലോചനകളാണ് ഞാൻ കൊണ്ടുവന്നേക്കണേ. ഒന്ന് കൊണ്ടുവന്നാലും ആ പെൺവീട്ടുകാർക്ക് നിങ്ങളുടെ വീടിനെക്കുറിച്ച് തിരക്കി കഴിഞ്ഞാൽ ഒരഭിപ്രായം നല്ലതില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എടോ താൻ നമുക്ക് ചെറുക്കനെ പറ്റിയൊരു നല്ലൊരു ബന്ധം താൻ ഒന്ന് കൊണ്ടുവന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു കൊടുക്കും പെണ്ണ് വാഴൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ വീട്ടിലെ ആൾക്കാർ അവരപ്പോൾ തന്നെ തിരിച്ചു പോകും. ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ എന്തായാലും ഈ ഒരാഴ്ച നടക്കും എന്നുള്ളൊരു ബന്ധം എൻ്റെ മോന് കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അങ്ങനെ ഭാസ്കരൻ പറഞ്ഞു നോക്കട്ടെ, ഭാസ്കരനല്ല ബ്രോക്കർ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു താൻ നോക്കിയാൽ പോരാ, എങ്കിൽ പിന്നെ തന്നെ എന്നിട്ട് ചെവിയിൽ ചെന്ന് അടക്കം പറഞ്ഞ് ഈ ബ്രോക്കറെ ഭീഷണിപ്പെടുത്താൻ കേട്ടോ. താൻ പിന്നെ ബ്രോക്കർ പണി നിർത്തേണ്ടി വരും, തനിക്ക് നേരെ ചൊവ്വ ഇരുന്ന് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ പേടിപ്പിച്ചാണ് വിടുന്നത്. അപ്പോൾ ആ ബ്രോക്കർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നോക്കട്ടെ, നല്ലൊരു ബന്ധം കിട്ടുമെങ്കിൽ എന്തായാലും കൊണ്ടുവരാമെന്നും പറഞ്ഞ് അയാൾ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഭാസ്കര സൈക്കിൾ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഇവരൊക്കെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് നല്ലതാ സുഭാഷ് ചേട്ടാന്ന് എല്ലാവരും പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, നിതീഷ് പറയുന്നുണ്ട്, ഹരീഷ് എല്ലാവരും. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആ വെളിയിൽ തന്നെ ആ ബെഞ്ചിൻ്റെ അവിടെ ഇരുന്നാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടൻ കഴിക്കില്ല, ഞാൻ എടുത്ത് തരട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഇരുന്ന് കഴിക്കും, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് സുഭാഷിന് റൈസൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഇങ്ങനെ പറയണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ സുധീഷ് കുറേ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ആ ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചോദിക്കും എന്തുവാടാ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണ് എന്നോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ടപ്പൻ അവൾ എന്നോട് സംസാരം നിർത്തി. അപ്പോൾ ഞാൻ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു. വേറൊന്നുമല്ല, ആ പെൺകുട്ടി വേറൊരു ചെറുക്കൻ്റെ അടുത്തായി അടുത്ത സംസാരം. അപ്പോൾ സുഭാഷ് ചേട്ടൻ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നായിരുന്നു, അതായത് നമുക്കുള്ളത് എവിടെയാണെങ്കിലും നമ്മളെ തേടി വരും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ എന്തോ കാര്യം സുഭാഷ് പറഞ്ഞു കൊടുത്തു. പക്ഷേ സുഭാഷ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലല്ലോടാ. സുഭാഷ് ചേട്ടന് ഓർമ്മയില്ല, പക്ഷേ സുധീഷിൻ്റെ അതേ ഈ ചങ്കൽ അതന്ന് കല്ലി വരച്ച പോലെ ഇവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നികേഷ് അതിൻ്റെ ഇടയിലൊരു നമ്പർ അടിക്കും. അല്ല ഈ പറഞ്ഞതിനോട് അത്ര ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. കാര്യം സുധീഷ് ചേട്ടൻ 9ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ, അതും സുഭാഷ് ചേട്ടൻ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞതും അത് രണ്ടും കൂടെ അങ്ങോട്ട് കണക്റ്റ് ആവണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിതീഷ് പറയുന്നുണ്ട് അല്ല വേറൊന്നും വേണ്ട, ഈ പറഞ്ഞ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ സംസാരിക്കാൻ വന്ന പെൺകുട്ടി സംസാരം സുധീഷ് ചേട്ടൻ്റെ അടുത്ത് നിർത്തിയെങ്കിൽ ആ പെൺകുട്ടിയെ സുധീഷ് ചേട്ടൻ എന്തായാലും വിടാൻ വഴിയില്ല. സുധീഷ് ഇടിച്ചു കയറി മിണ്ടേണ്ടതാണല്ലോ. അത് കിടപ്പോൾ എല്ലാവരും കൂടെ കൂട്ടച്ചിരിയിരിച്ചു കേട്ടോ. ഇത് നമ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷെ കൂടുതൽ കളിയാക്കിയത്. അപ്പോൾ സുധീഷ് പറയും പണ്ട് നിൻ്റെ വേറൊരു കേസ് ഞാൻ പറയട്ടെടാ, നീ 10ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കേസ് അമ്മായിയുടെ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ എന്തോ കാര്യം ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടച്ചിരിയാണ്. അപ്പോൾ സുധീഷിൻ്റെ ഈ
സംസാരവും ആ ഒരു ഇടപെടലൊക്കെ നിധി ഇടയ്ക്കിടയ്ക്ക് ഇടക്കണ്ണിട്ട് ഇങ്ങനെ സുധീഷിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എവിടെയോ ഉള്ളിലൊരു ചെറിയൊരു പ്രണയം മുട്ടിട്ടോ എന്നൊരു സംശയം. ആ കണ്ണുകളെ നോട്ടവും ഒക്കെ നിധിയുടെ ആ മനസ്സിലൊക്കെ ഒരു നോട്ടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലെവിടെയോ ഒരു ഇഷ്ടം സുധീഷിനോടുണ്ടോ എന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ നിധി കുറേ നേരം ഇങ്ങനെ ആ സുധീഷിൻ്റെ ചിരിയും ആ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ കഴിക്കുകയും ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഒളിക്കണ്ണിട്ട് ഇങ്ങനെ സുധീഷിനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സുധീഷ് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സുധീഷ് നോക്കുമ്പോൾ നിധി കണ്ണ് താത്തു നോക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷും നിതീഷും അവരൊക്കെ കിടക്കുകയാണ് രാത്രി. ആ കിടക്കുന്ന സമയത്ത് സുധീഷ് ഫോണിൽ എന്തോ പെണ്ണുങ്ങളുടെ ഈ റീൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സുഭാഷ് വടക്ക് പറയുന്നുണ്ട്, നിനക്കിതൊക്കെ നിർത്താറായില്ലേടാ, എടാ നിനക്കൊന്നുമില്ലെങ്കിൽ അവളുമായിട്ട് കഴിയണ്ടേ, നീ അതിൻ്റെ ഇടയിൽ ഈ വല്ല പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് ശരിയാണോ? എൻ്റെ സുധീഷ് ചേട്ടാ, അതിന് പെണ്ണുങ്ങളുടെ റീൽസ് കണ്ടു എന്ന് പറഞ്ഞ് സദാചാരമൊന്നും ഇവിടെ നഷ്ടപ്പെടാൻ പോണില്ല സുഭാഷ് ചേട്ടാ, നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ അങ്ങനെ മോശമായിട്ടൊക്കെ പോവോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിൻ്റെ ഫോൺ റിങ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റേ ആ ഐശ്വര്യ എന്ന് പറഞ്ഞ ആ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട പെണ്ണില്ലേ, ആ പെൺകുട്ടി വിളിക്കുകയാണ്. അപ്പം സുധീഷ് ചോദിക്കും ആരാ? അപ്പോൾ എടാ ഇതാ നമ്പറാണ്, ആ പെൺകുട്ടിയാണെന്നാ തോന്നുന്നു, ആ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ആ കോഫി ഷോപ്പിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ, ആ പെൺകുട്ടിയാന്ന് പറയുന്നത്. അപ്പോൾ സുധീഷ് എടുക്ക് അപ്പോൾ പോടാ, നമ്മൾ ആ ബന്ധം വേണ്ടെന്ന് വെച്ചല്ലേ പറഞ്ഞിട്ട് സുഭാഷ് എന്ത് ചെയ്താൽ എടുക്കില്ല കേട്ടോ. അപ്പോഴേക്കും കോള് കേട്ടെ, എടുക്കായിരുന്നു സുധീഷ് കിടന്നിതായി. അപ്പോൾ കാണാം വീണ്ടും കോള് വന്നപ്പോൾ സുധീഷ് ആ ഫോൺ തട്ടി മേടിച്ചിട്ട് സുധീഷ് കോൾ എടുക്കുക. അപ്പോൾ ആ കോൾ എടുത്തിട്ട് സുധീഷ് സംസാരിക്കുകയാണ്, ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്വയറ്റായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. കഴിച്ചോ? ഇല്ല കഴിച്ചില്ല. കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു. ഫ്രൂട്ട്സ് നല്ലതാട്ടോ, പിന്നെ ഇയാൾ അന്ന് കണ്ട സമയത്തും ഇയാളുടെ സ്കിന്നൊക്കെ നല്ല ഷൈനിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുഭാഷ് അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ ഐശ്വര്യ. അതേ സുഭാഷാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, ഇയാളെ കാണാനും നല്ല ഗ്ലാമറൊക്കെ ആയിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ വിചാരം ഇത് സുഭാഷാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, അന്ന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ഇത്രയ്ക്കൊന്നും സംസാരിക്കില്ലല്ലോ, ആയിരുന്നില്ലല്ലോ, അതന്ന് പിന്നെ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ അതല്ലായിരുന്നോ, അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇത്തിരി സംസാരിക്കാനായിട്ടോ. അങ്ങനെ നമുക്കൊരിക്കൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണണമല്ലോ എന്ന് ആ കുട്ടി പറയുമ്പോൾ, അതിനെന്താ നമുക്ക് കാണാമല്ലോ എന്ന് പറയാം. അവസാനം സുധീഷ് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് പറയാം, അതെ തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഭാര്യ നിധിയാണ്, ഞാൻ സുധീഷാണെന്ന് പറയും. തന്നെ ഞങ്ങൾ അന്ന് കണ്ടപ്പോൾ തന്നെ തൻ്റെ ആ ബെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവനെയും കൂട്ടിയല്ലേ താൻ കാണാൻ വരുന്നത്, പിന്നെ കല്യാണം കഴിഞ്ഞാലും താൻ അവനെയും കൊണ്ടായിരിക്കും നടക്കണം, അതുകൊണ്ട് നമുക്ക് ഈ ബന്ധമൊന്നും ചേരില്ല, താനൊരു കാര്യം ചെയ്യുക, ആ ബെറ്റി എന്ന് പറഞ്ഞവനെ വിളിച്ച് നേരം വെളുക്കണം വരെ ഈ ഒരു ഓളത്തിലങ്ങ് സംസാരിച്ചോ എന്ന് പറഞ്ഞ് സുധീഷ് ചെറിയതായിട്ട് സംസാരിക്കണം. അപ്പം സുഭാഷ് പറയുന്നുണ്ടെടാ അങ്ങനെയൊന്നും പറയണ്ടെന്ന്. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ പോലെ ആയിപ്പോയി കേട്ടോ. എന്തായാലും താനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ പെൺകുട്ടി എന്തോ പോലെ ആവേണം. എന്നിട്ട് സുധീഷ് പറഞ്ഞു, ഏട്ട എന്നെക്കുറിച്ച് എന്നാ വിചാരിച്ചു, അവളുമായിട്ട് ഞാൻ പഞ്ചാരടിക്കണം, അവൾ ഏത് ലെവൽ വരെ പോകും എന്നറിഞ്ഞിട്ട് 2 ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. പിന്നെ സുഭാഷ് എന്നെ അറിയില്ലേ, ഞാൻ ഏത് തരത്തിൽ പോകുന്നും ഇല്ല എന്നൊക്കെ സുഭാഷ് എന്നെ അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണിനെയും സാന്ദ്രയാണ്. അപ്പോൾ അരുൺ കമ്പനി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. ആ സമയം അരുണിൻ്റെ അമ്മയും അച്ഛനും കൂടെ എവിടെ പോയിക്കുകയാണ്. അപ്പോൾ അവർ വൈകിട്ടേ വരത്തുള്ളൂ. അപ്പോൾ സാന്ദ്ര മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അരുൺ പോകാമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന സമയത്ത് അരുൺ താക്കോൽ എടുക്കാൻ മറന്നു പോകണം. അപ്പോൾ വീണ്ടും റൂമിലോട്ട് പോവാണ്. പക്ഷേ ഈ റൂമിൽ പോകുന്ന സമയം സാന്ദ്ര അരുൺ പോയി എന്ന് കരുതിയിട്ട് അരുണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ചെന്ന് ഷെൽഫ് തുറക്കുകയാണ്. അപ്പം അരുൺ ജസ്റ്റ് ഇങ്ങനെ നോക്കണം, ഇവിടെ എന്താ ഈ അലമാരി തുറന്നെടുക്കുന്നത്. അപ്പോൾ ഒരു ആധാർ കാർഡ് ആ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് അത് റൂമിൽ കൊണ്ടുവന്ന് ഫോണൊക്കെ എടുത്ത് അത് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവാണ്. അപ്പോൾ വേഗം വന്ന് റൂമിൽ വന്നിട്ട് ആ ഫോൺ കുത്തിയിട്ടിട്ട് സാന്ദ്ര ആ ആധാറിൻ്റെ നമ്പർ ഇങ്ങനെ എഴുതിയെടുത്തിട്ട് അത് മാറ്റി വെക്കണ സമയം എന്താടിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലായിരുന്നേറ്റാ, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പേഴ്സ് എടുത്തുകൊണ്ട് പോവാണ്. എന്നിട്ട് അരുൺ മാറി അവിടെ നിൽക്കും കേട്ടോ. അപ്പോഴേക്കും സാന്ദ്ര ആ ആധാർ കാർഡ് അവിടെ കൊണ്ടുവന്ന്
വെച്ചിട്ട് പോവാണ്. ഈ സമയം അരുൺ വേറൊന്നും ചെയ്യില്ല. സാന്ദ്ര കാണാണ്ട് നേരെ ആ എഴുതി വെച്ച ആധാർ നമ്പർ, നിധിയുടെ ആധാർ നമ്പറാണല്ലോ, അതൊന്ന് ചേഞ്ച് ചെയ്ത് വരുത്തി വെച്ചിട്ടു. അതായത് വേറെന്തോ അക്കങ്ങൾ ആ ഡിജിറ്റ് എന്തോ മാറ്റം വരുത്തി, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്ഷനൊക്കെ വരുത്തി എഴുതി വെച്ചു സാന്ദ്ര അറിയാണ്ട്. എന്നിട്ട് അരുൺ പതുക്കെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങോട്ട് പോകുന്നൊരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നിധി കുറേ കഴിഞ്ഞിട്ട് ഫോണൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞ ശേഷം, അല്ല സോറി, നിധിയല്ല, നമ്മുടെ സാന്ദ്ര, അരുൺ പോയി കഴിഞ്ഞല്ലോ. എന്നിട്ട് നേരെ പിന്നെ കുറേ കഴിഞ്ഞ് വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചാർജൊക്കെ കയറി ഓൺ ആയിട്ടുണ്ട്. അപ്പം നിധിക്കൊരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അതായത് പിന്നെ നിധി, നിൻ്റെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ആ നമ്പർ അതിലോട്ട് ഇട്ട് തരാം, നിനക്ക് ആ നമ്പർ വെച്ച് ആധാർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുമെന്ന് പറയുന്ന ഒരു വോയിസാണ്. അപ്പം നമ്മുടെ നിധി ഈ സമയം റൂമിൽ ഇരുന്ന് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സുധീഷ് നമ്മുടെ നിധിയായിട്ട് ഒന്ന് മിണ്ടാനായിട്ട്, ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നോക്കണം. അപ്പോൾ നോക്കുമ്പം കുറച്ച് വേസ്റ്റ് ബോക്സിനകത്ത് കുറച്ച് ചപ്പിരിപ്പുണ്ട്, കുറച്ച് പേപ്പറും കാര്യങ്ങളും വേസ്റ്റൊക്കെ. അപ്പോൾ അത് കൊണ്ടുവന്ന് ഹോളിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ മുഖത്ത് തളിച്ചിട്ട് അത് ഇങ്ങനെ തൂത്ത് വാരി വിയർക്കുന്ന മട്ടിൽ നിധിയെ കാണിക്കുക. അതായത് നിധി പുറത്തോട്ട് വരുമ്പോൾ സുധീഷ് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്, തൂത്തുവാരി എല്ലാം വൃത്തിയാക്കണം. അപ്പോൾ ഒരു ഇമ്പ്രഷൻ വരുമല്ലോ, അതിനുള്ള ഒരു ടെക്നിക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ നിധിക്ക് സാന്ദ്ര അയക്കണ മെസ്സേജ് അപ്പോൾ കിട്ടുകയാണ്. അപ്പോൾ നിധി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഏട്ടത്തിയുടെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അതെടുക്കുന്നുണ്ട്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വോയിസ്. അതായത് നിൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്, അത് വെച്ച് ആധാർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വോയിസ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വോയിസ് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിധിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ആധാർ ഇല്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കും നിധിക്ക് പറ്റാണ്ട് വരുന്ന ഒരു സാഹചര്യമില്ലേ. അങ്ങനെ നിധി ആ ഒരു വോയിസ് കേട്ടിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ പ്രൊമോയിൽ ഇന്ന് കാണിക്കുന്ന, ഇന്നത്തെ എപ്പിസോഡിൽ വൈൻഡപ്പ് ചെയ്യുന്നത് ആ ഒരു സീനോടുകൂടിയാണ്. പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്നതിൽ നമ്മുടെ അരുൺ സാന്ദ്രേന ഈ ഒരു കേസിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഇല്ലാത്ത എന്ത് ബന്ധമാണ് നിനക്ക് അവളുമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാന്ദ്രയെ വഴക്ക് പറയുന്ന സീനുണ്ട്. പിന്നെ നമ്മുടെ സുധീഷ് തൂത്തുവാരി കൊണ്ടിരിക്കുമ്പോൾ നിധി വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇന്നലെ തൂത്തുവാരി കളയാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യമില്ല, എന്തായാലും ഒന്നും കൂടെ തറയിലെടുത്തിട്ടില്ലേ, ഒന്ന് അടിച്ചു വാരി അതിലോട്ട് എടുത്തിട്ട് ഒന്ന് കൊണ്ട് കളഞ്ഞേരെന്ന് പറയുന്നുണ്ട്. അപ്പം സുധീഷ് അങ്ങ് ചമ്മി വല്ലാണ്ടൊരു ഫേസോട് കൂടിയൊക്കെ നിൽക്കുന്ന സീനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നാളെ വരുന്ന കാറ്റത്തെ കിളിക്കൂടും ഇനി വരുന്ന ദിവസങ്ങളിലെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ എപ്പിസോഡൊക്കെ കൃത്യമായിട്ട് അതാ ദിവസം 10 മണിക്ക് തന്നെ രാവിലെ നമ്മുടെ സുമി മൂവാസ് മനസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ശുഭദിനം പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.